Please write down the fourth question. What do we wear when we go out in the rain? Fourth one. ആരത്? അഫ്രാസ് പി കെ എന്തിനാ സ്ക്രീനിൽ വരയ്ക്കുന്നേ? ഏ What do we wear when we go out in the rain? ആൻസർ എഴുതിക്കോ. We wear a raincoat. We wear a raincoat. A raincoat. Raincoat when we go out in the rain. When we go out in the rain. We wear a raincoat when we go out in the rain. അത് എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതണം. Name two people who wear a uniform to work. Name two people who wear a uniform to work. Fifth one. A nurse. A nurse and a policeman. A nurse and a policeman wears a uniform to work. A nurse and a policeman wears a uniform to work. A nurse and a policeman wears a uniform to work.
A nurse and a policeman wears a uniform to work. A nurse and a policeman wears a uniform to work. എഴുതി കഴിഞ്ഞോ നിങ്ങള്? No. Okay, I will give. അഫ്രാസ് എന്തിനാ സ്ക്രീനിൽ തൊടുന്നത്? ഓക്കെ, എഴുതി കഴിഞ്ഞോ നിങ്ങള്? കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ ഇടം വരെ? ഇല്ലേ? ജോബിനും ജോയിലും എഴുതിയില്ലേ? ആ, കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും തന്നെ എഴുതി കഴിഞ്ഞു അല്ലേ? നൈല എഴുതി കഴിഞ്ഞില്ലേ? പെട്ടെന്ന് നോക്കിക്കോ.
Okay. Yes. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ നിങ്ങള്. Take your textbook, please. Take lesson 8. Lesson 7 നന്നായിട്ട് വായിക്കണേ. Question answers പഠിക്കണേ. ഈസി അല്ലേ, വലിയ ടഫ് ഒന്നും അല്ല. ഇനി lesson 8. Good manners and habits. ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത് ഈ ലെസണിൽ കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. മുക്താസിമിന് എന്താ പറ്റിയേ? കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ? എന്താ പറ്റിയ കൈക്ക്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ എന്തോ പറ്റി? ഇപ്പഴാണ് മിസ് കണ്ടത്. എന്താ പറ്റിയേ? വീണോ? വീണിട്ട് പൊട്ടിയതാ? ഹോസ്പിറ്റലിൽ പോയോ? എല്ല് പൊട്ടീനോ? എല്ല് പൊട്ടിയായിരുന്നോ? അതെ അല്ലേ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ, യെസ്, ഓക്കെ. ഇനി നോക്കിയേ, ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഗുഡ് മാനേഴ്സും ഹാബിറ്റ്സ് എന്തെന്ന് നോക്കാം. We learn good manners and good habits at home and at school. നമ്മൾ ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും ഒക്കെ പഠിക്കുന്നത് എവിടുന്നാ? അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ് നമ്മൾ ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും പഠിക്കുന്നത്. ഓക്കെ, ഇനി ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണ്? ഗുഡ് മാനേഴ്സ് എന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഫസ്റ്റ് വൺ, we must obey and respect our elders. അപ്പോ നല്ല ഗുഡ് മാനേഴ്സ് ഉള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? They will always obey and respect their elders. അവരുടെ മൂത്തവരെ എപ്പോഴും അനുസരിക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും അല്ലേ? നമ്മുടെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ചേച്ചിയെയും ചേട്ടനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. Then wish our elders and teachers. നമ്മുടെ ടീച്ചേഴ്സിനെയും എൽഡേഴ്സിനെയും ഒക്കെ കാണുമ്പോൾ വിഷ് ചെയ്യും അല്ലെ? മോർണിംഗിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്യും. ബി പൊളൈറ്റ് ടു എവരി വൺ. എല്ലാവരോടും നല്ല പൊളൈറ്റ് ആയിരിക്കണം, ആരോടും ദേഷ്യപ്പെടാനൊന്നും പാടില്ല. വി ഷുഡ് സേ പ്ലീസ് ഇഫ് വി വോണ്ട് സംതിങ്. നമുക്ക് എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വേണമെങ്കിൽ പ്ലീസ് ഉപയോഗിച്ച് ചോദിക്കാം. പ്ലീസ് give me your pencil അല്ലെങ്കിൽ please give me your pen. അങ്ങനെ പ്ലീസ് ഉപയോഗിച്ച് ചോദിക്കാം. We should say thank you when we get something. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ നമ്മൾ താങ്ക്സ് പറയാൻ മറക്കരുത്. We should say thank you when we get something. We should say sorry if we hurt someone. നാം മറ്റാരെയെങ്കിലും വേദനിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് സോറി പറയാൻ നമുക്ക് സാധിക്കണം. These are called magic words. അപ്പോ മാജിക് വേർഡ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെ? പ്ലീസ്, താങ്ക് യു, സോറി. ഓക്കെ, ഇത് മാജിക് വേർഡ്സ് ആണ്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ പ്ലീസ് ഉപയോഗിച്ച് ചോദിക്കുക. എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ താങ്ക്സ് പറയുക. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ സോറി പറയുക. ദീസ് ആർ മാജിക് വേർഡ്സ്. ഓക്കെ, സോ ഗുഡ് മാനേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? Okay, obey and respect our elders, wish our elders and teachers, then be polite to everyone. എല്ലാവരോടും നല്ല പൊളൈറ്റ് ആയിരിക്കുക, നല്ല ശാന്തരായിട്ട് സംസാരിക്കുക, ആരോടും ദേഷ്യപ്പെടാനൊന്നും പാടില്ല. We should say please if we want something. നമുക്ക് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ പ്ലീസ് ഉപയോഗിച്ച് അവരോട് ചോദിക്കണം. We should say thank you when we get something. നമുക്ക് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് താങ്ക്സ് പറയണം. ആൻഡ്
we should say sorry if we hurt someone. നമ്മള് അമ്മയൊക്കെ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അമ്മയോട് സോറി പറയണം. Then these are called magic words. ഇതാണ് magic words. Then care for old people. നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം അല്ലെ. ഹെൽപ്പ് others. നമ്മളെ കൊണ്ടാവുന്ന വിധത്തില് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ബി കൈൻഡ് ടു ആനിമൽസ്. നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളോട് നമ്മൾ കൈൻഡ് ആയിരിക്കണം. നല്ല കരുണയുള്ളവരായിരിക്കണം അവരോട്. ഓക്കെ, ദയുള്ളവരായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുഡ് മാനേഴ്സിൽ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാ? ഒബേ ആൻഡ് റെസ്പെക്ട് അവർ എൽഡേഴ്സ് അല്ലെ. നമ്മുടെ എൽഡേഴ്സിനെ നമ്മൾ അനുസരിക്കണം, അവരെ ഒബേ ചെയ്യണം അല്ലെ, റെസ്പെക്ട് ചെയ്യണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. വിഷ് അവർ എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെ. നമ്മുടെ എൽഡേഴ്സിനെ നമ്മുടെ ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ വിഷ് ചെയ്യണം. പിന്നെയോ ബി പൊളൈറ്റ് ടു എവരിവൺ. എല്ലാവരോടും പൊളൈറ്റ് ആയിരിക്കണം. പിന്നെയോ പ്ലീസ്, താങ്ക് യു ആൻഡ് സോറി. ദീസ് 3 മാജിക് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. പ്ലീസ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാ? വെൻ വി നീഡ് സംതിങ് ഫ്രം അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ പ്ലീസ് ഉപയോഗിക്കണം. എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ താങ്ക്സ് പറയണം. നമ്മൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയണം. These 3 are magic words. Then കെയർ ഫോർ ഓൾഡ് പീപ്പിൾ. പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യണം. ഹെൽപ്പ് അതേഴ്സ്. നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അമ്മമാരെയും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ബി കൈൻഡ് ടു ആനിമൽസ്. നമ്മുടെ വീട്ടിലുള്ള ആനിമൽസിനോട് നമ്മൾ കൈൻഡ് ആയിരിക്കണം. അത്രയുമാണ് ഗുഡ് മാനേഴ്സ്. ഓക്കെ, ഇനി ഗുഡ് ഹാബിറ്റ്സ്. എന്താണ് ഗുഡ് ഹാബിറ്റ്സ് എന്ന് നോക്കാം. We should not lick our fingers while eating. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ വിരലുകൾ ഒരിക്കലും ലിക്ക് ചെയ്യാൻ പാടില്ല. Then use a handkerchief to cover our nose and mouth when we sneeze or cough. നമ്മൾ കൊഫ് ചെയ്യുമ്പോഴും സ്നീസ് ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ട? ഒരു ഹാൻഡ്കർച്ചീഫ് ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. വാഷ് your hands and face after work or play. നമ്മൾ കളിയും ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ we should wash our hands and face. Keep our bags, books and toys in their places. ബാഗും ബുക്കും ടോയ്സും എല്ലാം അതിലെതിനെ വലിച്ചെറിഞ്ഞ് നിരത്തിയിടുവല്ല ചെയ്യേണ്ടത്. നമ്മൾ അതെല്ലാം നല്ല കൃത്യമായി അടുക്കി വയ്ക്കണം. Throw bits of paper and other waste in the dustbin. നിങ്ങൾ പേപ്പർ കഷ്ണമെല്ലാം വലിച്ചു കയറി നുറുക്കി വീടിനകത്തൂടെ എല്ലാം നിരത്തിയിടുവല്ല വേണ്ടത്. അത് ഡസ്റ്റ്ബിനകത്ത് തന്നെ കൃത്യമായിട്ട് ഇടുകയാണ് വേണ്ടത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത പേജിൽ നോക്കിയേ. നോട്ട് റൈറ്റ് ഓർ ഡ്രോ പിക്ചേഴ്സ് ഓൺ ദ വാൾ. യെസ്, ചിലരുടെയൊക്കെ അല്ലെ, ചെറിയ കുട്ടികളുടെ വീടുകളിൽ പോയി നമുക്ക് കാണാം. അവരുടെ കലാവിരുതുകൾ മുഴുവൻ എവിടെ ഉണ്ടാവുക? അവരുടെ വീടിന്റെ ഭിത്തിയിലാണ് ഉണ്ടാവുക അല്ലെ. നന്നായിട്ട് ഭിത്തിയിലൊക്കെ എഴുതി ABCD മുതല് അവർ LKG മുതൽ പഠിക്കുന്ന ഓരോന്നും ഭിത്തിയിൽ കാണാം. ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെയൊക്കെ അല്ലെ. അപ്പോ we should not write or draw pictures on the wall. നമ്മുടെ വോളിൽ നമ്മൾ പിക്ചർ വരയ്ക്കാനും എഴുതാനും ഒന്നും പാടില്ല. Then make our bed after we get up in the morning. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോ നമ്മുടെ ബെഡ് നമ്മൾ പ്രോപ്പർ ആക്കി ഇട്ടിട്ട് വേണം എഴുന്നേറ്റ് വരാൻ. സ്വിച്ച് ഓഫ് ഓൾ ഫാൻസ് ആൻഡ് ലൈറ്റ്സ് when we leave a room. നമ്മളൊരു റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ റൂമിലുള്ള ലൈറ്റ് ഓഫ് ആക്കണം, ഫാനും ഓഫ് ആക്കണം. അത് മറന്നു പോകാൻ പാടില്ല. സ്റ്റാൻഡ് ഇൻ എ ലൈൻ while we wait for a bus. നമ്മള് ഇപ്പൊ നിങ്ങൾ ബസ്സിലൊന്നും കയറുന്നില്ല അല്ലെ. അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ബസ്സിന് കാത്തു നിൽക്കുമ്പോ we should stand in a line. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും. അപ്പൊ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? we should not lick our fingers while eating. ചിലര് ഭക്ഷണം കഴിക്കേണ്ട അവരുടെല്ലാം നക്കി തുടയ്ക്കും അല്ലെ. അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയോ യൂസ് എ ഹാൻഡ്കർച്ചീഫ് ടു കവർ അവർ നോസ് ആൻഡ് മൗത്ത് when we sneeze or cough. അല്ലെ, തുമ്മുകയും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മുടെ മൗത്ത് നമ്മൾ ഹാൻഡ്കർച്ചീഫ് ഉപയോഗിച്ച് മറച്ചു പിടിക്കണം. Then wash our hands and face after work or play. ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ഗ്രൗണ്ടിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുമ്പോ നന്നായിട്ട് വാഷ് അല്ലെങ്കിൽ കുളിക്കുക തന്നെ ചെയ്യണം. Then keep our bags, books and toys in their places.
ബുക്സ് ഒരു വശത്ത്, ബാഗ് വേറൊരു വശത്ത്, ഷൂസ് ഇവിടെ അല്ലെ. അങ്ങനെ നിരന്ന് കിടക്കുകയാണ് നമ്മുടെ വസ്തുവകളൊക്കെ അല്ലേ. ബോയ്സിന്റെ ആണെങ്കിൽ ബാറ്റ്സും ബോളും ഒക്കെ ഒരു സൈഡില് ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരിക്കും. അപ്പോ അതൊന്നും പാടില്ല. നമ്മുടെ ടോയ്സ് വെക്കേണ്ട സ്ഥലത്ത് നമ്മുടെ ടോയ്സ് അടുക്കി വെക്കണം. ബുക്സ് അടുക്കി വെക്കേണ്ട സ്ഥലത്ത് ബുക്സ് അടുക്കി തന്നെ വെക്കണം. ഓക്കെ. Then throw bits of paper and other waste in the dustbin. We should always use the dustbin. ഒന്നും വലിച്ച് എറിയുകയും അവിടെ ഇവിടെ ഇടുകയും ചെയ്യാതെ we should use the dustbin. Not write or draw pictures on the wall. നമ്മുടെ വീടിന്റെ വോളിനെ ഒന്നും നമ്മൾ ശിക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. അത് നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത്. അത് ഭംഗിയായിട്ട് തന്നെ ഇരുന്നോട്ടെ. നമ്മൾ അവിടെ വരയ്ക്കൊന്നും വേണ്ട. Make our bed after we get up in the morning. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ ആ ബെഡൊക്കെ അങ്ങനെ ചുരുണ്ടുകൂടി ഷീറ്റ് എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്ത് വെക്കുകയല്ല വേണ്ടത്. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അത് നല്ല ഭംഗിയായി വിരിച്ചിട്ടിട്ട് വേണം എഴുന്നേറ്റ് വരാൻ. Switch off all fans and lights when we leave a room. നമ്മളൊരു റൂമിൽ നിന്നും പുറത്തു വരുമ്പോ എന്തൊക്കെ ചെയ്യണം? ലൈറ്റ്സും ഫാനും എല്ലാം ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. Stand in a line while we wait for a bus. നമ്മളൊരു ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ we should stand in a line. Okay. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയേ. മിസ് അറ്റൻഡൻസ് എടുക്കും. ആ ടൈമിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എല്ലാവരും വായിച്ചു നോക്കിക്കേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണേ. ഓക്കെ. ആരം, ഏബൽ മാത്യു, അദീന സുനിൽകുമാർ. യെസ്. അഫ്രാസ് പി കെ. അലൻ ജോസഫ്. യെസ്. അമൻ മാധവ്. യെസ്. അനാമിക പി രാജ്. യെസ്. അനാമിക ആർ. ഓക്കെ. ആൻസ്രോസ് ഡെന്നി. യെസ്. ആരാധ്യ പ്രജീഷ്. അശ്വിനി. അശ്വിനി ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? അയൻ വിജീഷ്. യെസ്. അയൻ വിജീഷ് ഉണ്ട്. ആയിഷ ഷാഹിബ്. ആയിഷ തസ്ലഹ. ആയുഷ് വി വി.
Devang. Devarsha. Fatima KM undo. Yes. Fatima VV. Okay, mole. Fatima ne kandu. Fatima VV. Fatima Taifuna, yes. Fatima Jumana. Hadia, okay. Ishida Rajundo. Selva. Gia Rose. Okay. Jovin and Joel. പറയാനുണ്ടല്ലേ നിവേദ്യ നിയാദാസ് Okay. So did you all read the lesson? എല്ലാവരും ലെസൺ വായിച്ച മനെ എന്താ മനെ ആദ്യത്തെ അനൂപ് എന്നെ പേര് വിളിച്ചില്ല. പേര് വിളിച്ചില്ല മിസ് കണ്ടിട്ടിട്ടുണ്ട് കേട്ടോ മോനെ എല്ലാവരെയും വിളിച്ചില്ല മിസ് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ടായിരുന്നു എല്ലാവരെയും പേര് മിസ് വിളിച്ചില്ല ജസ്റ്റ് കാണാത്തവരുടെ പേരൊന്ന് ഇടയ്ക്ക് വിളിച്ചത് ബാക്കി നിങ്ങളെ കണ്ടിരുന്നു അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് എന്താ മോളെ ഇപ്പൂന എന്താ മോളെ കേട്ടില്ല മിസ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിക്റ്റേഷൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അതെയോ എന്നാ അടുത്ത ക്ലാസ്സിൽ ഇടാവേ പഠിച്ചിട്ട് വരണേ ഇന്നിപ്പോ സമയം തീർന്നില്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാമേ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് ലെസൺ വായിച്ചിട്ട് വരണേ ഓക്കെ ബൈ ബൈ